ആദ്യ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന്റെ വിജയത്തിന് പിന്നാലെ കൂടുതൽ പൊതുയോഗങ്ങൾക്കൊരുങ്ങി പി.വി. അൻവർ. അൻവർ പങ്കെടുക്കുന്ന കോഴിക്കോട് മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട പൊതുയോഗം അല്പസമയത്തിനകം ആരംഭിക്കും. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അസ്ലം, യോഗം എപ്പോൾ തുടങ്ങും? കൂടുതൽ ആളുകളെ ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ടോ? രേഷ്മ, നമ്മളിപ്പോൾ നിൽക്കുന്നത് മുതലക്കുളം മൈതാനിയിലാണ്. ഇവിടെയാണ് മാമി തിരോധന കേസുമായി ബന്ധപ്പെട്ട പി.വി. അൻവർ പങ്കെടുക്കുന്ന പൊതുയോഗം നടക്കുന്നത്. അല്പസമയത്തിനകം യോഗം തുടങ്ങുമെന്ന് കരുതുന്നു. നേരത്തെ തന്നെ യോഗം കാണാനായി പി.വി. അൻവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായി നിരവധി പേർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഒരു മുതലക്കുളം മൈതാനത്തിൽ ഏറെക്കുറെ ഒരു വലിയൊരു പൊതുസമ്മേളനത്തിന് സമാനമായ രീതിയിലുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയും കൂടുതൽ ആളുകൾ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റോഡ് വശത്തൊക്കെ തന്നെയും ആളുകൾ പി.വി. അൻവർ പറയുന്നത് കേൾക്കാനായി എത്തി നിൽക്കുന്നുണ്ട്. ഇന്നലെ നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയ വിശദീകരണം നടത്തിയെങ്കിൽ ഇന്ന് മാമി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും സംസാരിക്കാൻ സാധ്യത. എന്നാൽ പോലും പി.വി. അൻവർ പറയുന്നത് എന്താണെന്ന് കേൾക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ആളുകൾ ചില പ്രതികരണങ്ങളിൽ കൂടി പോകാമെന്ന് കരുതുന്നുണ്ട്. എങ്ങനെയാ ഈ സമ്മേളനം, അങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്? അല്ല, പിന്നെ അൻവർ പറയുന്ന കാര്യങ്ങൾ സാധാരണ ഒരു ജനം പറയുന്ന കാര്യമാണ്, ഒരു സാധാരണക്കാരൻ പറയുന്ന ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ തെളിവെടുക്കാൻ ഹാജരാക്കിയിട്ടുണ്ട്. അതിന് ഒരു പ്രതിപക്ഷവും ഏറ്റെടുക്കാതെ, ആരും ഏറ്റെടുക്കാതെ അതങ്ങനെ തന്നെ അടിയിലേക്ക് താഴെപ്പെട്ടു പോവുകയാണ്. അപ്പൊ ഈ നെക്സസ് എന്ന് പറഞ്ഞാൽ ഇതിനല്ലേ നെക്സസ്? എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല? ഒരു സാധാരണക്കാരൻ കഴുതകളായി തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നയിക്കുന്ന കാര്യങ്ങളോട് ഒരു അനുഭവം ഉണ്ടെന്ന് അത് കൊടുത്തു കഴിഞ്ഞ് പ്രൂഫ് അടക്കം കൊടുത്തു കഴിഞ്ഞാൽ അത് നോക്കണ്ടേ, എന്താണ് അതിലുള്ള പൊരുൾ, എന്താണ് അത് മുമ്പോട്ട് പോകുന്നേ? അത് ആരും ഏറ്റെടുക്കുന്നില്ല, ഒരു തെളിവും കൊടുക്കുന്നില്ല, ഒന്നും അല്ല, തെളിവ് കൊടുത്തിട്ടൊന്നും നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ നെക്സസ് ആയിട്ട് വരുന്നില്ല ഇത്. പരിപാടി വന്ന് അൻവർ വിളിച്ചു പറയുന്ന കാര്യങ്ങൾക്ക് സത്യമുണ്ടെന്നൊരു തോന്നലുണ്ട്. അപ്പൊ അതിന്റെ നിജസ്ഥിതി അറിയാം. അദ്ദേഹം കുറെ കാര്യങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ ഓരോ പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മറുപടി പറയാൻ ഭരിക്കുന്നവരോ ഉദ്യോഗസ്ഥന്മാരോ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല, അല്ലോ ചെയ്യുന്ന മൗനം തീട്ടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഇത് സത്യമാണ് എന്ന്. അപ്പൊ നമുക്കത് അറിയാൻ വേണ്ടി മാമി കേസ് ഓൾറെഡി ഇവിടെ ചർച്ചയായ വിഷയമാണ്. പി.വി. അൻവർ വരുമ്പോൾ കുറെ കൂടി ഞാൻ കൊല്ലത്തുനിന്ന് വരികയാണ്. ആക്ച്വലി ഞാൻ ഇന്നലെ നിലമ്പൂർ അവിടെ എത്തിപ്പെടാൻ കഴിയാത്തതുകൊണ്ട് ഇവിടെ ലാൻഡ് ചെയ്ത് ഇത് കേൾക്കുകയാണ്. സത്യം കേൾക്കുക, സത്യങ്ങളുടെ വെളിപ്പെടുത്തലാണ്. അതിന്റെ നിജസ്ഥിതി എന്ന് പറയുക. സത്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു ജിജ്ഞാസയാണ്, ഇനി അടുത്ത് എന്താണെന്ന് അറിയാൻ. അതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഞാൻ ഇടതുപക്ഷക്കാരനുമാണ്, അതുകൊണ്ടാണ് വന്നത്. തീർച്ചയായും ഇത് ഇവിടെ ഇപ്പോൾ കൊല്ലം ജില്ലയിലുള്ള ആളെയാണ് നമ്മൾ കണ്ടത്. അതായത് ഈ മാമി കേസുമായി ബന്ധപ്പെട്ട പൊതുയോഗമാണെങ്കിൽ പോലും പി.വി. അൻവർ പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്ന അർത്ഥത്തിൽ കുറച്ചുകൂടി ഗൌരവത്തിൽ ആളുകൾ എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ ആളുകൾ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. മാമി ആക്ഷൻ കമ്മിറ്റി നേരത്തെ ബന്ധപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ട്. നേരത്തെ നമ്മൾ ഈ വിഷയത്തിൽ അന്വേഷണത്തെ കുറിച്ച് സംശയങ്ങൾ പ്രകടിപ്പിച്ചവരാണ്. പക്ഷെ പി.വി. അൻവർ വന്നോടുകൂടി കുറെ കൂടി അല്ലെ, പി.വി. അൻവർ സാറിനെ നമുക്ക് വീണ് കിട്ടിയതാണ്. നമുക്ക് ഈ കേസിന് പോലീസിന്റെ ഭാഗത്തോ കോടതിയുടെ ഭാഗത്തുനിന്നോ ഇന്ന് വരെ ഒരു തെളിവ് നമുക്ക് ലഭിച്ചിട്ടില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്കൊരു തെളിവ് കിട്ടിയത് പി.വി. അൻവർ സാറിന്റെ അടുത്തു നിന്നാണ്. അത് രാഷ്ട്രീയമായി നമ്മൾ എടുക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് തെളിവുകൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ ജനക്കൂട്ടമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എം ആർ അജിത് കുമാർ ഇതിൽ പങ്കുണ്ട് എന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് അല്ലെ? എം ആർ അജിത് കുമാറിനെ നമുക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു, സംശയം പ്രകടിപ്പിച്ചിരുന്നു. കുറെ കൂടി സംശയം നമുക്ക് ഒരു ബലമായിട്ട് വരുവാണ്. തീർച്ചയായിട്ടും ആക്ഷൻ കമ്മിറ്റി നേരത്തെ തന്നെ അവർക്ക് സംശയങ്ങൾ പല വിഷയത്തിലുണ്ട്, പോലീസിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടുമൊക്കെ. പക്ഷേ ഇക്കാര്യത്തിൽ ഈ ഒരു അൻവർ ഒരു കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകുമോ എന്നുകൂടി കരുതുന്നുണ്ട്. മാമിയുടെ കുടുംബം കൂടി ഇവിടെ ഉണ്ട്, ഭാര്യ. ഇപ്പോൾ പിന്നെ മോളെ, ഇതിൽ ഈ ഒരു സമ്മേളനത്തിൽ കുറച്ച് കൂടുതൽ വെളിപ്പെടുത്തൽ നടത്താൻ സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കരുതുന്നുണ്ടോ പി.വി. അൻവർ? നമ്മളത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് വരുന്നത്. സാർ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, ഇന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടാവണം ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. നേരത്തെ നിങ്ങൾക്ക് സംശയം, അന്വേഷണത്തിൽ മെല്ലപ്പോക്കിൽ സംശയം ഉണ്ടായിരുന്നു അല്ലെ? അതിന്റെ ഒരു അതെ, അവര് കുറെ തെളിവുകളൊന്നും പോലീസിന് കിട്ടാണ്ടായപ്പോൾ നമുക്കൊരു പ്രശ്നം തോന്നിയിരുന്നു. പ്രിയമുള്ളവരെ,
പരിപാടി അല്പസമയത്തിനകം തുടരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ നിറഞ്ഞ ഒരു സദസ്സാണ് ഈ മുതലക്കുളം മൈതാനത്തിൽ ഉള്ളത്. മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റിയാണ് പരിപാടിയുടെ സംഘാടകർ. അതേസമയം PV അൻവറിന്റെ സാന്നിധ്യം തന്നെയാണ് ഈ പരിപാടിയെ ശ്രദ്ധേയമാക്കുന്നത്. ഇന്നലെ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത് ഇന്നലെ നിലമ്പൂർ ആയതുകൊണ്ട് തന്നെ ഒരു വലിയ സദസ് ഉണ്ടായിരുന്നു. അതേസമയം കോഴിക്കോടേക്ക് എത്തിക്കുമ്പോൾ അത്തരത്തിലൊരു വലിയ സദസ് ഉണ്ടാവില്ല എന്നാണ് പൊതുവെ കരുതപ്പെട്ടത്. പക്ഷേ അങ്ങനെയല്ല. ഒരു വലിയ രാഷ്ട്രീയ പൊതുസമ്മേളനത്തിന് സമാനമായ രീതിയിൽ ആളുകളുടെ ഒരു പങ്കാളിത്തം ഇവിടെ കാണുന്നുണ്ട്. മാത്രമല്ല PV അൻവർ പറയുന്ന കാര്യങ്ങൾ സത്യമുണ്ട്. അത് ആരും പ്രതിപക്ഷം പോലും ഏറ്റെടുക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ഒരു പിന്തുണ കൊടുക്കുക, പറയുന്ന പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കേൾക്കുക എന്നൊരു വികാരത്തോടു കൂടിയാണ് ഇവിടെ കൂടുതലും ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് പിന്നാലെ കൂടുതൽ പൊതുയോഗങ്ങൾക്ക് ഒരുങ്ങുകയാണ് PV അൻവർ. കോഴിക്കോട് അല്പസമയത്തിനകം അദ്ദേഹം എത്തിച്ചേരും. പൊതുയോഗത്തിൽ പ്രസംഗിക്കും. മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ മാമി മുഹമ്മദിന്റെ സഹോദരനെ അബ്ദുള്ള, അതുപോലെ തന്നെ സഹോദരി റംല, മകൾ അദീബ നൈന, ഇവരും ഈ വേദിയിലേക്ക് അസ്ലം ഈ മാമിയുടെ കുടുംബാംഗങ്ങളൊക്കെ ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. ഈ തിരോധാന കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നേതൃത്വത്തില് എന്തായാലും അല്പസമയത്തിനകം തുടങ്ങുന്ന പ്രതിയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടേ ഇപ്പോൾ നിലവിൽ കുറച്ചുകൂടി കൂടുതൽ സജീവമായിട്ട് പോകുന്നുണ്ട്. ഒരു വിശദീകരണ പൊതുയോഗം നമ്മളെ അൻവറിന്റെ ഇതിലാണ് വന്നത്. അൻവർക്ക് മാമി മുഹമ്മദ് എന്ന് അയച്ചിട്ടാണ് നമ്മൾ വന്നത്. അൻവറിന്റെ കോഴിക്കോട് പട്ടണത്തിലെ മാമിനെ കണ്ടെത്തുന്നുള്ള പ്രതീക്ഷയാണ് റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയെ അൻവറിന്റെ അതിൽ കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, എന്തായാലും വെളിപ്പെടുത്തൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ. മാമിയുടെ കുടുംബം ഏറെക്കുറെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ സഹോദരി, അദ്ദേഹത്തിന്റെ മകൾ തുടങ്ങിയ ഈ ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുടുംബാംഗങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ആളുകളും എത്തിച്ചേർന്നിട്ടുണ്ട്. വീടുകളിൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് പരിപാടിക്ക് എന്തുകൊണ്ടാണ് പരിപാടിക്ക് പോകുന്നതെന്നും ഞങ്ങൾക്കറിയാം. അൻവർ പറയുന്നത് കേൾക്കാനും ഈ ഇതിന്റെ ഒരു നിജസ്ഥിതി അറിയാനും പുതിയ തെളിവുകൾ എന്തുണ്ടോ എന്നുള്ളത് അറിയണം. അതിനാണ് അത് കേൾക്കാൻ വേണ്ടി വന്നതാണ്. ആർക്കെല്ലാം പങ്കാളിത്തമുണ്ടെന്നും ഞങ്ങൾക്കറിയില്ല. ഞാനും ഇതിന്റെ തിരോധാനത്തിനെ പറ്റിയിട്ടുള്ള വിശദീകരണ പൊതുയോഗം കേൾക്കാൻ വന്നതായിരുന്നു. മാമി മുഹമ്മദിന്റെ കൂടുതൽ കാര്യങ്ങൾ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ബാധ്യത ആർക്കാണ്? ഞാൻ നടുവട്ടം, കോഴിക്കോട് നടുവട്ടത്താ. ഇതിപ്പോ കേസ് മാമി കേസ് എന്താണെന്ന് അറിയണം, സത്യം പുറത്തു വരണം, തെറ്റ് ചെയ്താൽ ഭൂമി ശിക്ഷിക്കപ്പെടണം. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മളത് കേൾക്കാൻ വേണ്ടി വന്നതാണ്. ചെറുപാടിക്കാരനാണ്. എന്താ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് 2023 ഓഗസ്റ്റ് 21 അതായത് എല്ലാവരും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് മാമി തിരോധനത്തിന്റെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് തന്നെ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ തന്നെ എന്താണ് പറയുന്നത്, എന്താണ് PV അൻവർ പറയുന്നത്, കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകുമോ? നേരത്തെ തന്നെ MR അജിത്കുമാറിന്റെ പങ്കാളിത്തം ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് വെളിപ്പെടുത്തിയത് PV അൻവറാണ്. അതുവരെ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നത് മാത്രമാണ് ശരിക്കും അവർക്ക് ഉണ്ടായിരുന്ന സംശയം. അവിടുന്ന് അങ്ങോട്ട് ഉന്നതതലത്തിൽ ഇടപെടൽ ഉണ്ടായി എന്നുള്ള കാര്യം വരുന്നത് ഇവിടെയാണ്. എന്തായാലും പൊതുസമ്മേളനം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. മാമി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നിലമ്പൂരിലെ പൊതുസമ്മേളനത്തിന് പിന്നാലെയാണ് ഇന്ന് കോഴിക്കോട് പൊതുയോഗത്തിൽ PV അൻവർ സംസാരിക്കാൻ ഒരുങ്ങുന്നത്. മുതലക്കുളം മൈതാനത്താണ് പരിപാടി നടക്കുന്നത്. മാമി തിരോധാന കേസ് വിശദീകരണ യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ADGPക്കൊപ്പം CPM-നെതിരെയും കൂടി കൂടുതൽ ആഞ്ഞടിക്കാനുള്ള വേദിയാകും ഇന്നത്തേത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായിരുന്ന മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ ADGP MR അജിത് കുമാറിന് ഒളിഞ്ഞും തെളിഞ്ഞും പങ്കുണ്ട് എന്നായിരുന്നു PV അൻവർ പറഞ്ഞത്. അക്കാര്യങ്ങളിൽ ഇന്ന് കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്നുള്ളതും ആകാംക്ഷയാണ്. അല്പസമയത്തിനകം PV അൻവറിന്റെ പ്രസംഗം ആരംഭിക്കും. വിവരങ്ങളാണ് മുഹമ്മദ് അസ്ലം നൽകിയത്.